കുറച്ച് വളരെ അടിസ്ഥാനപരമായിട്ടുള്ള കുറച്ച് ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോയിലൂടെ വന്നിട്ടുള്ളത്. നിങ്ങൾ ഈ വീഡിയോ മുഴുവനായിട്ടും കാണാനായിട്ട് ശ്രമിക്കുക, സ്കിപ്പ് ചെയ്യാതെ. കാരണം നിങ്ങൾക്ക് റഷ്യ എന്നല്ല ഏത് വിദേശ രാജ്യത്തേക്ക് പോവുകയാണെങ്കിലും ഇത് ഒരുപാട് യൂസ്ഫുൾ ആവുന്ന ഒരു വീഡിയോ ആയിരിക്കും. അപ്പോൾ എല്ലാവർക്കും മല്ലു ലൈഫ് ഇൻ റഷ്യ എന്ന പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഗൈസ്, ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾക്ക് ഈ വീഡിയോ കാണാൻ ഇഷ്ടം ഇല്ലെങ്കിൽ നിങ്ങൾ സ്കിപ്പ് ചെയ്ത് പോവാം. കാരണം ഞാൻ കുറച്ച് വിത്ത് എവിഡൻസോട് കൂടിയാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ഞാൻ ഒരുപാട് സ്ക്രീൻഷോട്ടുകൾ നിങ്ങൾക്ക് എടുത്ത് കാണിച്ചു തരാം. കാരണം ഈ സ്ക്രീൻഷോട്ടുകൾ നിങ്ങൾ കാണുക, ചില ആളുകൾ പറയുന്നുണ്ട്, അതായത് കോൺട്രാക്ട് നമ്മളൊരു റഷ്യയിലേക്ക് ഒരു കമ്പനിയിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് അവിടെ നിന്ന് വിസ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റത്തില്ല. സത്യം തന്നെയാണ്. കാരണം വിസ നമുക്ക് നാട്ടിൽ നിന്ന് മാത്രമേ വിസ സ്റ്റാമ്പ് ചെയ്ത് വരുന്നതാണ്. കാരണം അത് VFS നാട്ടിലാണ്. അപ്പോൾ VFS നാട്ടിൽ നിന്നാണ് വിസ സ്റ്റാമ്പിങ് ചെയ്യുന്നത്. പക്ഷേ നമുക്കൊരു കമ്പനിയുടെ കോൺട്രാക്ട് ചേഞ്ച് ചെയ്ത് വർക്ക് പെർമിറ്റിലേക്ക് മാറി നമുക്കിവിടെ വർക്ക് ചെയ്യാൻ പറ്റും. അതിൻ്റെ സ്ക്രീൻഷോട്ടാണ് നിങ്ങൾക്ക് ഞാനിവിടെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്കത് കാണാൻ പറ്റും ഈ സ്ക്രീൻഷോട്ട്. അപ്പോൾ ഈ സ്ക്രീൻഷോട്ട് വേറെ ഫേക്ക് ആയിട്ടുള്ള സ്ക്രീൻഷോട്ട് എടുത്തിട്ട് മറ്റു ചിലർ വ്യാജമായിട്ട് ഇങ്ങനെ ആളുകളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ ഈ സ്ക്രീൻഷോട്ട് ഒരു വ്യക്തി, ആ വ്യക്തി ആരാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഞാൻ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായിട്ട് അവൻ്റെ വീഡിയോസ് മാത്രമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ ഒരു വ്യക്തിയോട് ഈ കാര്യങ്ങൾ ചോദിച്ചപ്പോൾ അവൻ ഒരു മണ്ടൻ, ഒരു ബുദ്ധിയില്ലാത്ത ഒരു വ്യക്തിയാണെന്നുള്ളത് തെളിയിക്കുന്ന ഒരു വോയിസ് ക്ലിപ്പ് എനിക്ക് അയച്ചു. അവൻ പറഞ്ഞു, ഇത് റഷ്യക്കാർക്കുള്ള നിയമമാണ്. അതായത് റഷ്യക്കാർക്ക് വേറൊരു സ്ഥലത്തേക്ക് പോകണമെങ്കിൽ കോൺട്രാക്ട് എഴുതണം. ഒരു റഷ്യൻ സിറ്റിസൺ. ഞാൻ ചോദിക്കട്ടെ, നിന്റെ അടുത്ത് ഞാനൊരു കാര്യം ചോദിക്കട്ടെ. നിനക്ക് ബുദ്ധിയില്ലാത്തൊരു വ്യക്തിയാണെന്ന് എല്ലാവർക്കും അറിയാം. കാരണം നീ അത് ഓൾറെഡി തെളിയിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ നിന്നോട് ചോദിക്കുന്നു, ഞാൻ ഒരു ഇന്ത്യക്കാരൻ, ഓക്കെ, ഞാനൊരു പലചരക്ക് കട, അല്ലെങ്കിൽ ഒരു സൂപ്പർ മാർക്കറ്റ്, അല്ലെങ്കിൽ ഒരു കോസ്മെറ്റിക്സ് കട, അല്ലെങ്കിൽ ഒരു ഇറച്ചി കട, അല്ലെങ്കിൽ ഒരു എന്താ പറയുക ഒരു മൊബൈൽ ഷോപ്പ്, ഇവിടെയൊക്കെ ഞാൻ വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ അവിടെ കോൺട്രാക്ട് എഴുതണോ? കോൺട്രാക്ട് എഴുതിയിട്ടാണോ ഞാൻ അവിടെ വർക്ക് ചെയ്യുന്നത്? നമ്മുടെ നാട്ടിൽ ഇഷ്ടംപോലെ പിള്ളേർ മറ്റേ ഡ്രസ്സിൻ്റെ ഷോപ്പുകളിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അവിടെ കോൺട്രാക്ട് എഴുതുന്നുണ്ടോ? കോൺട്രാക്ട് എഴുതിയിട്ടാണോ അവരൊക്കെ അവിടെ വർക്ക് ചെയ്യുന്നത്? അതുപോലെ പലചരക്ക് കടകൾ, ഇങ്ങനെയുള്ള ഒരുപാട് കടകളിൽ നമ്മുടെ നാട്ടിലെ ആളുകൾ വർക്ക് ചെയ്യുന്നുണ്ട്. ഇഷ്ടം പോലെ കടകളിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അവിടെയൊക്കെ കോൺട്രാക്ട് എഴുതിയിട്ടാണോ അവർ വർക്ക് ചെയ്യുന്നത്? എടാ, ബുദ്ധിയും വിവരവും ഇല്ലാത്ത, തലക്ക് സുഖമില്ലാത്തവനെ, നിന്നോട് ചോദിച്ചു കഴിഞ്ഞ് നിന്നോട് ഈ കാര്യങ്ങൾ പറഞ്ഞാൽ നിനക്ക് മനസ്സിലാവത്തില്ല. നിനക്ക് പ്രാന്താണെന്നുള്ളത് നീ ഓൾറെഡി പലതവണ തെളിയിച്ചു. പിന്നെ ഞാൻ ചോദിക്കാനുള്ള കാരണം, വീണ്ടും ഇത് എടുത്തു പറയാനുള്ള കാരണം, ഞാൻ ഇറക്കുന്ന വീഡിയോക്ക് എതിരായിട്ട് വീണ്ടും വീഡിയോ ഇറക്കും. ഇത് ഞാൻ മനസ്സിൽ സത്യം ചെയ്ത് മാക്സിമം ഞാൻ ഇനി മുതൽ ഇവന്റെ വീഡിയോ ഒഴിവാക്കാനുള്ള ശ്രമമാണ്. കാരണം ഇവൻ ഇല്ലാത്ത എവിഡൻസുകളൊക്കെ ഇല്ലാത്ത സ്ക്രീൻഷോട്ടും ഫേക്ക് ഇൻഫർമേഷനൊക്കെയാണ് ഷെയർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ആളുകളായിട്ട് കൺവിൻസ് ചെയ്ത്. കാരണം പല ആളുകൾക്കും ഇവന്റെ ഈ ഇങ്ങനെ സ്ക്രീൻഷോട്ടൊക്കെ കാണുമ്പോൾ ആളുകൾ വിചാരിക്കും ഇത് സത്യസന്ധമായ കാര്യമാണ്, ഇവൻ ചെയ്യുന്നത് സത്യസന്ധമായിട്ടുള്ള കാര്യമായിരിക്കും എന്നൊക്കെ ആളുകൾ വിചാരിക്കും. അപ്പോൾ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ വ്യാജമായിട്ടുള്ള കാര്യങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു വ്യക്തി. അപ്പോൾ എനിക്ക് നിങ്ങളടുത്ത് പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഞാൻ ഇവിടെ കുറച്ച് സ്ക്രീൻഷോട്ടും കാര്യങ്ങളൊക്കെ ഇതിൽ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. നിങ്ങൾ കണ്ടു കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ യഥാർത്ഥ കാര്യങ്ങൾ, അതായത് നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് ഗൂഗിളിൽ ടൈപ്പ് ചെയ്ത് നോക്കാം. അതായത് ആരെങ്കിലും, അതായത് പുറത്തുനിന്നുള്ള ഒരാൾ റഷ്യയിൽ വന്നിട്ട് അവരെ കോൺട്രാക്ട് ചേഞ്ച് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് നിങ്ങൾ ജസ്റ്റ് ക്യാൻ ചേഞ്ച് മൂവ് ടു വൺ കമ്പനി ടു അനദർ കമ്പനി, ഒരു കമ്പനിയിൽ നിന്ന് മറ്റൊരു കമ്പനിയിലേക്ക് പോകാൻ പറ്റുമോ എന്ന് നോക്കുക. അപ്പോൾ അതിൽ ശരിക്കും എഴുതിയിട്ട് ഇതിൽ കാണിക്കുന്നുണ്ടാവും. പിന്നെ 3 വർഷമായിട്ട് 2022 വന്ന ഒരു വ്യക്തി ഇപ്പം നവംബർ 2 അവൻ്റെ വിസ തീരാണ്. ഇത്ര കാലമായിട്ട് റഷ്യയിൽ നിൽക്കുകയാണ്. ഈ 3 വർഷത്തെ വിസയിൽ അങ്ങനെ പ്രശ്നം വരാണെങ്കിൽ അവൻ അന്നേ നാട്ടിലേക്ക് തിരിച്ചയക്കണ്ടേ? ഒരുപാട് തവണ അവനെ പോലീസ് പിടിച്ചിട്ടുണ്ട്. പല രീതിയിലും അവൻ്റെ പോലീസ് പിടിച്ചിട്ടുണ്ട്. പല പ്രശ്നങ്ങളും ആയിട്ടുണ്ട്. അത് ആരാണെന്ന് ഞാൻ പറയുന്നില്ല. അതെന്തെങ്കിലും സാഹചര്യം വരാണെങ്കിൽ ഞാൻ പറഞ്ഞുതരാം ആരാണെന്നുള്ളത്. അപ്പോൾ അവനെ പോലീസ് പിടിച്ചിട്ടുണ്ട്. പല രീതിയിലുള്ള പ്രശ്നങ്ങൾ അവൻ ഉണ്ടായിട്ടുണ്ട്. എന്നിട്ടും ഇത് ഫേക്ക് വിസയാണെന്നുണ്ടെങ്കിൽ ഇവനെ അന്നേ ഡീപ്പോർട്ട് ചെയ്ത് നാട്ടിലേക്ക് വിടണ്ടേ? അവൻ്റെ വിസ മോസ്കോ റീജിയനിലെ വിസയാണ്. പക്ഷെ അവൻ വർക്ക് ചെയ്തിട്ടുള്ളത് മറ്റൊരു ഒബ്ലാസ്റ്റിലാണ്. പേം എന്ന് പറഞ്ഞ ഒരു ഒബ്ലാസ്റ്റിലാണ്, സ്റ്റേറ്റിലാണ് അവൻ വർക്ക് ചെയ്തിട്ടുള്ളത്. അവിടുന്ന് എല്ലാ കാര്യങ്ങളും നോക്കി അവൻ്റെ വിസ, എന്നിട്ടും അവൻ ആ പേമിൽ കുറേ കാലം തുടർന്ന് വർക്ക് ചെയ്തു. എന്നിട്ട് പോലും അവൻക്ക് യാതൊരു തരത്തിലുള്ള പ്രശ്നങ്ങളും ഉണ്ടായിട്ടില്ല. അവനത് അംഗീകരിക്കും. എനിക്കറിയാം, അവൻ്റെ കൂടെ വർക്ക് ചെയ്തിട്ടുള്ള ആളുകളുണ്ട്.
പക്ഷെ അവൻ്റെ വിസ മോസ്കോ റീജിയനിലുള്ള വിസയാണ്. അവൻ പേമിൽ വർഷങ്ങളോളം വർക്ക് ചെയ്തു. അതുപോലെ തന്നെ വർഷങ്ങളായിട്ട് റഷ്യയിലുള്ള ഇതിപ്പം ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബറിൽ 2-ാം തീയതി അവൻ്റെ വിസ തീരും. അപ്പോൾ ഞാൻ ആ വിസൻ്റെ ഒരു ചെറിയൊരു പാർട്സ് ഞാൻ നിങ്ങൾക്ക് ഇതിൽ വെച്ചിട്ടുണ്ട്, നിങ്ങളത് കണ്ടു കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വിത്ത് എവിഡൻസോടു കൂടിയാണ് ഞാൻ വീഡിയോ ചെയ്യാറുള്ളത്. കാരണം ഇങ്ങനെ വന്ന് യൂട്യൂബിൻ്റെ മുമ്പിൽ ചിലക്കുന്ന ഒരു വ്യക്തിയല്ല ഞാൻ. എന്നിട്ടും വിശ്വാസമാകാത്ത ആൾക്കാരെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ഈവൻ ഈ വിസയിൽ വന്നിട്ട് പോലും പല ആൾക്കാരും ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട്, ഇഷ്ടംപോലെ ആൾക്കാർ വർക്ക് ചെയ്യുന്നുണ്ട്. അവരൊക്കെ പിടിച്ചിട്ട് അവരെ വിടുന്നുണ്ട് പോലീസുകാർ. കുറച്ച് പൈസ കൊടുക്കേണ്ടി വരും. പക്ഷെ വിടുന്നു വെച്ചാൽ ഇവർക്ക് ഈ പ്രശ്നങ്ങൾ വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴെന്ന് വെച്ചാൽ ഇവർ നാട്ടിൽ പോകുമ്പോഴായിരിക്കും ഇവർക്ക് പ്രശ്നങ്ങൾ ഉണ്ടാവുക, ഈ വിസയിൽ വന്നവർക്കൊക്കെ. കാരണം പിന്നെ ഇവർക്ക് രണ്ടാമത് തിരിച്ചു കയറി വരാൻ വേണ്ടിയിട്ട് കുറച്ച് പാടായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ചിലപ്പോൾ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പക്ഷെ അതും വളരെ റയറായിട്ടേ വരാൻ സാധ്യതയുള്ളൂ. കാരണം പക്ഷെ എന്നാലും അത് ഇല്ലീഗലാണ്, ശരിക്കും പറഞ്ഞാൽ ഈ വിസ ഇല്ലീഗലാണ്. പക്ഷെ എന്നാലും ഇപ്പോൾ ഇന്ത്യൻസിനോട് റഷ്യൻ ഗവൺമെൻറ് നല്ലൊരു കോപ്പറേഷനായിട്ട് പോകുന്നത് കാരണം വലിയ വിഷയം വരാൻ ഇന്ത്യൻസിന് സാധ്യതയില്ല. എന്നാലും അതൊക്കെ നിയമവിരുദ്ധമാണ്, ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. പക്ഷെ അത് ഏതെങ്കിലും കാരണവശാൽ ഈ വിസയിലൊക്കെ വന്നിട്ട് നിങ്ങളെ ഇതാക്കി കഴിഞ്ഞാൽ പിടിച്ചു കഴിഞ്ഞാൽ വലിയ പ്രശ്നത്തിലേക്ക് പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. 99.9%, 1% നിങ്ങൾക്ക് ഭാഗ്യം ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾക്ക് അതിൽ നിന്ന് രക്ഷപ്പെടാം. പിന്നെ ഇവിടെ ഒരു വക്കീലിലേക്ക് വെച്ച് വാദിച്ചു കഴിഞ്ഞാൽ ഒരുപാട് പൈസ നിങ്ങൾക്ക് നഷ്ടപ്പെടും. ഒരുപാട് പൈസ നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ നിന്ന്, നിങ്ങളുടെ പോക്കറ്റിൽ നിന്ന് പോകും. അപ്പോൾ അതുകൊണ്ട് ഇതിലൊന്നും മുതിരാതിരിക്കുക. അപ്പോൾ നിങ്ങളെ ഒരു റിയൽ ആയിട്ടുള്ള ഒരു ഇമിഗ്രേഷൻ ഓഫീസർ പിടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വലിയ പ്രശ്നങ്ങൾ വരും. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് കമ്പനിയിൽ ഈ 3 ഇയർ വിസയിൽ ഇഷ്ടംപോലെ ആൾക്കാരെ കമ്പനിയിൽ നിന്നൊക്കെ വന്ന് പിടിച്ചിട്ടുണ്ട്, ഒരുപാട് ആൾക്കാരെ പിടിച്ചിട്ടുണ്ട്. അവരുടെ കയ്യിലുള്ള ഡോക്യുമെന്റ് കാണിച്ച് അവരെ വിട്ടു. അപ്പം ചില ആൾക്കാരെ അവർ ജയിലിൽ കൊണ്ടുപോകും, പ്രഷനിലേക്ക് കൊണ്ടുപോയിട്ട് എല്ലാം ചെക്ക് ചെയ്യും, അവരെ കമ്പ്യൂട്ടറിലിട്ട് ചെക്ക് ചെയ്യും എല്ലാ കാര്യങ്ങളും. അതൊക്കെ സർവ്വസാധാരണമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നതാണ്. കാരണം ഒരു ടൈമിന് നല്ല ചെക്കിങ് വരും. ആ ടൈം ചില സമയത്ത് ഇപ്പം ഈ ഒരു സമയം നല്ല ചെക്കിംഗ് ആണ്. അതായത് ഈ ഒരു ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ ഈ 4 മാസം നല്ല ചെക്കിംഗ് ആയിരിക്കും. അത് ശ്രദ്ധിക്കുക. കാരണം അവർക്കൊരു ടാർഗറ്റ് ഉണ്ടാവും, ആ ടാർഗറ്റ് കംപ്ലീറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ശ്രദ്ധിക്കുക, നിങ്ങളുടെ കയ്യിലുള്ള എല്ലാ ഡോക്യുമെന്റുകളും കൈവശം വെക്കുക. സ്നീൽസ് ആയാലും, രജിസ്ട്രേഷൻ ആയാലും, പാസ്പോർട്ട് ട്രാൻസ്ലേഷൻ ആയാലും, അതുപോലെ തന്നെ ഈ കാര്യങ്ങൾ നിങ്ങളുടെ വിസ എല്ലാം റെയിൽവേ സ്റ്റേഷനിലേക്കോ പൊതുസ്ഥലങ്ങളിലേക്ക്, പബ്ലിക് ഏരിയയിലേക്കൊക്കെ പോകുന്നതിന് മുമ്പായിട്ട് നിങ്ങളുടെ കയ്യിലുള്ള എല്ലാ ഡോക്യുമെന്റുകളും, അത് ഈ റഷ്യ എന്നല്ല ഏത് യൂറോപ്യൻ രാജ്യത്തേക്ക് പോകുന്നുണ്ടെങ്കിലും നിങ്ങളുടെ ഡോക്യുമെന്റേഷൻ എപ്പോഴും കയ്യിൽ വെക്കുക. നാളൊരു വിഷയത്തിലേക്ക് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് ഈ കാര്യങ്ങൾ പറഞ്ഞിരുന്നത്. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞിരുന്നത് ചില ആളുകൾക്ക് ഇഷ്ടപ്പെടുന്നില്ല. അതുകൊണ്ട് തന്നെ ഇവിടെ വന്നിട്ട് കുറച്ച് പൈസ ആക്കുന്നത്, പുറത്തുള്ള ആൾക്കാർ വന്ന് ഇവിടെ നിന്ന് കുറച്ച് പൈസ ഉണ്ടാക്കുന്നത് ചില ആളുകൾക്ക് ഇഷ്ടപ്പെടുന്നില്ല. അതാണ് ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള കാരണം. അവന് മാത്രം, ചില ആളുകൾക്ക് അവനെ കുശുമ്പ്, അതായത് അവന് മാത്രം ഇവിടെ ജീവിച്ചാൽ മതി, വേറെ ആരും ഇവിടെ വരണ്ട. പിന്നെ ഇവൻ്റെ കുറേ പ്രോപ്പർ വിസയിൽ വന്നു കഴിഞ്ഞാൽ ഇവൻ അതിൽ നിന്നും കുറേ അടിച്ചു മാറ്റാം, അതിൽ നിന്ന് കുറേ കൈയിട്ട് വരാം, അങ്ങനെയുള്ള ഒരുപാട് ഇതുണ്ടായിരുന്നു. പക്ഷെ അത് ഞാൻ അവൻ്റെ അണ്ണാക്കിൽ അടിച്ചു കൊടുത്തിട്ടുണ്ട് നേരത്തെ വീഡിയോയിൽ. അപ്പോൾ ഇപ്പോൾ അതിനെതിരെ ഇപ്പോൾ വീഡിയോ ചെയ്യും. കാരണം ഇവന് ഇതാണല്ലോ പണി, ഇവന് വേറെ പണിയൊന്നുമില്ല. കാരണം അവന് കണ്ടന്റ് കിട്ടുന്നില്ല. അപ്പോൾ എനിക്കെതിരെ വീഡിയോ ചെയ്യാം, ഒരു കണ്ടന്റ് കിട്ടിയ അവിടെ. ഇതൊരു പൊട്ടനാണ്, തലക്ക് ഭ്രാന്തായിട്ടുള്ള ഒരു ഭ്രാന്തൻ. ഞാൻ എനിക്ക് ചീത്ത പറയുന്നില്ല, കാരണം പറഞ്ഞു ഞാൻ മടുത്തു. അതിന് ഒരു കാണ്ടാമൃഗത്തിന്റെ തൊലിക്കട്ടിയാണ്, എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല. പറഞ്ഞുകൊണ്ടേയിരിക്കും, ചിലച്ചുകൊണ്ടേയിരിക്കും, ചിലക്കട്ടെ. എന്നിരുന്നാലും ഞാൻ ഈ ഇത്രയും സ്ക്രീൻഷോട്ടും കാര്യങ്ങളൊക്കെ നിങ്ങളെ കാണിച്ചു. നിങ്ങൾക്ക് ഇനി വരണോ വരണ്ടോ എന്നുള്ളത് നിങ്ങൾ തീരുമാനിക്കുക. കാരണം ഒരുപാട് ഇല്ലീഗൽ മൈഗ്രൻസ് റഷ്യയിലുണ്ട്. ഇവനും ഈ ഇല്ലീഗൽ മൈഗ്രൻ്റ് ആയിട്ടാണ് റഷ്യയിൽ വന്നിട്ടുള്ളത്. 2017 ഇവൻ 2016-17 തോന്നുന്നു ആ കാലഘട്ടത്തിൽ ബിസിനസ് വിസയിൽ വന്നവനാണ്. ഇവൻ്റെ ഡോക്യുമെൻ്റ് എടുത്ത് കാണിക്കാൻ നിങ്ങൾ ചോദിക്കണം. നിങ്ങൾ ചോദിച്ച് അവൻ്റെ അടുത്ത് വാങ്ങണം അവൻ്റെ ഡോക്യുമെൻ്റ്. നീ ആദ്യം വന്ന വിസ അത് ലീഗലി ആണോ നീ വർക്ക് ചെയ്തിട്ടുള്ളത്? നീ ആദ്യം വന്നത് എന്ത് ബിസിനസ് മീറ്റിംഗ്, ബിസിനസ് കോൺഫറൻസിൽ കൊടുക്കുന്ന വിസയാണ് ഈ ഒരു ബിസിനസ് വിസ. ഈ ബിസിനസ് വിസയിലാണ് ഇവൻ ആദ്യം വന്നിട്ടുള്ളത്. അവനത് എടുത്ത് കാണിക്കത്തില്ല. എന്നിട്ട് അവനവിടെ വർക്ക് ചെയ്തിട്ടുണ്ട്, അതവൻ കാണിക്കത്തില്ല. എന്ത് ബിസിനസ്സാണ് വേണ്ടത്? ഇവിടുത്തെ ഒരു റഷ്യൻ, ഗോവയിൽ വർക്ക് ചെയ്ത ഒരു റഷ്യൻ പെൺകുട്ടിനെ സെറ്റ് ചെയ്തായിട്ട് ഇവിടെ വന്നിട്ട് നിൽക്കുകയാണ് ഇവൻ. ഇല്ലീഗലായിട്ട് നിന്നവനാണ് ഇവൻ. ഇവൻ്റെ കഥകൾ, ഒരുപാട് കഥകളുണ്ട്, സ്റ്റോറികളുണ്ട് ഇവനെ കുറിച്ചിട്ട്. കള്ളന് കഞ്ഞി വെച്ചവനാണ്. ഇവനെ യൂട്യൂബിന് മുമ്പിൽ വന്നു കഴിഞ്ഞാൽ ഇവൻ മാന്യനും വളരെ സത്യസന്ധനായിട്ടുള്ള വ്യക്തിയാണ്. എല്ലാം അറിയാം അവന്, ലോകം മുഴുവനും അറിയാം. അവൻ റഷ്യ കലക്കി കുടിച്ച വ്യക്തിയാണ്.
ആ ഒരു രീതിയിലാണ് ഇരുന്ന് സംസാരിക്കുന്നത്. എന്ത് മണ്ണാങ്കട്ട തേങ്ങ തൊലിയാട മലമൈര നിനക്ക് അറിയുന്നത്? എന്നേക്കാൾ കുറച്ച് വയസ്സിന് മൂത്തുണ്ട്. ഈ നാറിനെ ചീത്ത വിളിച്ചില്ല, കാരണം കുറച്ച് വയസ്സിന് മൂത്ത ആൾക്കാർ റെസ്പെക്ട് ചെയ്യുന്ന വ്യക്തിയാണ്. പക്ഷെ എന്നാലും ഈ നാറി ഒരാളെ കുറിച്ച് പറയുമ്പം നമുക്ക് വ്യക്തമായിട്ടുള്ള എവിഡൻസോടുകൂടി പറയണ്ടേ? ഞാനവിടെ കൊണ്ടുവന്ന് പിന്നെ എല്ലാവരെയും വിളിച്ച് ഇങ്ങനെ നിരന്തരം ശല്യപ്പെടുത്തിക്കൊണ്ട് ഞാൻ പൈസ തരാം, ഞാൻ നിനക്ക് പൈസ തരാം, അത് ഇജാസിനെ കുറിച്ച് മോശമായ രീതിയിൽ കുറച്ച് ഇത് ഇങ്ങനെ യൂട്യൂബിന് മുമ്പിൽ സംസാരിക്കുകയോ ഒരു വോയിസ് ക്ലിപ്പ് അയച്ചു തരോ, അതിൻ്റെ അക്കൗണ്ടിലേക്ക് പൈസ ഇട്ടുതരാം, അങ്ങനെയൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇതാക്കാണ്. പിള്ളേർക്ക് വേറെ വഴിയില്ല. അങ്ങനെ ഒരുപാട് പിള്ളേരെ വിളിച്ചിങ്ങനെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവൻ. കാരണം ഇവന് പ്രാന്താണ്, ഇവനൊന്നും കിട്ടുന്നില്ല. കഴിഞ്ഞ കുറേ ഇപ്പോൾ 5-6 മാസമായി ഇവന് യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് ഒന്നും കിട്ടിയിട്ടില്ല. ഇനി കിട്ടിയാലും വലിയ കാര്യമൊന്നുമില്ല. എന്താണോ എല്ലാം ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഓപ്പൺ ആയിട്ട് തെളിയിച്ചു. ഇനി നിന്റെ കൂടെ നിന്നിട്ട് കുറച്ച് ആൾക്കാർ നിന്റെ കൂടെ നിന്ന് കഴിഞ്ഞാൽ എനിക്ക് ഒന്നുമില്ല. കാരണം ഞാൻ എന്താണ് പറഞ്ഞിട്ടുള്ളത് അത് ഞാൻ ചെയ്തു കൊടുത്തിട്ടുണ്ട്. എൻ്റെ പരിപാടി അവിടെ തീർന്നു. പിന്നെ നാട്ടിൽ നിന്ന് വരുന്ന ആൾക്കാർ എടാ പാവപ്പെട്ടവരാണ് കൂടുതലും പുറത്ത് രാജ്യത്തേക്ക് മൈഗ്രേറ്റ് ചെയ്ത് പോകുന്നത്, അല്ലാതെ പണക്കാരല്ലടാ. നീ എന്തൊക്കെയോ മണ്ടത്തരങ്ങൾ വിളിച്ചു പറയല്ലേ എൻ്റെ ജൂബി നായിൻ്റെ മോനെ. നീ എന്ത് മൈരാണ് പറയുന്നുള്ളത് നീ മനസ്സിലാക്കിയിട്ട് പറ. നിന്നെ ചീത്ത വിളിക്കണ അടിച്ച് നിന്റെ അണപ്പല്ല അളക്കാൻ ചില ആൾക്കാർ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നാറിയട നായി. ഞാൻ സത്യം ഇങ്ങനെ ഒന്നും വിചാരിച്ചിട്ട് ചെയ്യുന്നല്ല കേട്ടോ. കാരണം എൻ്റെ വായിന്ന് തെറി വരികയാണ്. കാരണം വെച്ചാൽ എന്തറിയോ, ഒരാളെ കുറിച്ച് നിങ്ങളെക്കുറിച്ചില്ലേ വെറുതെ ഓരോരോ കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാലും നിങ്ങൾക്കും ദേഷ്യം വരത്തില്ലേ? കാരണം ഞാൻ ആരെങ്കിലും ഇത്രയും കാലം 6 മാസത്തിനിടയിൽ ഇതുവരെ ഒരു തെളിവ് ഒന്നും കിട്ടിയിട്ടില്ല. എന്നെക്കുറിച്ച് കുറ്റം പറയുന്ന ഒരാളെ പോലും ഇവർ കിട്ടിയിട്ടില്ല. എനിക്ക് കിട്ടിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ഭാവിയിൽ കിട്ടുമായിരിക്കും. പക്ഷേ എല്ലാം കഴിഞ്ഞ് ചിലപ്പോൾ ചില ആളുകൾ മാറാനുള്ള സാധ്യതയുണ്ട്. അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, മനുഷ്യൻ്റെ കാര്യമാണ്. പക്ഷെ ഞാൻ എന്താണ് ചെയ്തത് അതൊക്കെ പ്രോപ്പറായിട്ട് ചെയ്ത് ഇത് കുറേ തെളിവടക്കാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചത്. പിന്നെ ഇനി ആരെങ്കിലും അവൻ്റെ കൂടെ ഇരയായിട്ട് നിന്ന് കഴിഞ്ഞാലും അതിനനുസരിച്ചുള്ള തെളിവ് എൻ്റെ കയ്യിലുണ്ട്. എന്താണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് ആ തെളിവ് എൻ്റെ കയ്യിലുണ്ട്. അതൊക്കെ നമ്മൾ വാട്സപ്പിലുണ്ടല്ലോ. അപ്പോൾ ഇവനാണ് ഇവിടുത്തെ ഏറ്റവും വലിയ കള്ളനാണ്. ഇവൻ ഒരുപാട് നാട്ടിലെ ഏജൻസി ആയിട്ട് കണക്ഷൻ ഉള്ള ഒരു വ്യക്തിയാണ് ഈ ജുബി എന്ന് പറഞ്ഞത്. അതിലൂടെ വലിയ ഇൻകം ഇവന് കിട്ടുന്നുണ്ട്. കാരണം ഞാൻ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് ഈ കാര്യങ്ങളൊക്കെ പറയുന്നത് കാരണം ഇവൻ ഓസോണിലൊക്കെ ഒരുപാട് ആൾക്കാർ കയറ്റി, ഓസോൺ അങ്ങനെയുള്ള പല ഇങ്ങനെ പറഞ്ഞ ഒരുപാട് കമ്പനികൾ കയറ്റി കൊടുത്തിട്ട് അവിടെ നിന്നും വർക്ക് ചെയ്യാൻ പറ്റാത്ത ഓടിപ്പോയ ഒരുപാട് ആൾക്കാരുണ്ട്. അതൊന്നും നിങ്ങൾക്കറിയില്ല ആ സ്റ്റോറിയൊന്നും. അതൊക്കെ 2017-18 കാലഘട്ടത്തിൽ ഉണ്ടായ സംഭവങ്ങളാണ്. പക്ഷെ അവൻ്റെ ഒരുപാട് അവനൊരു ഡീറ്റെയിലും തരില്ല. അവൻ എവിടെയാണ് താമസിക്കുന്നത്, നാട്ടിലെവിടെയാണ്, ഒരു ഡീറ്റെയിലും അവൻ തരത്തില്ല. എൻ്റെ എല്ലാ ഡോക്യുമെൻറ്റും അവൻ്റെ കയ്യിലുണ്ട്. എൻ്റെ സമ്മതപ്രകാരം അല്ലാതെ മറ്റൊരുത്തൻ്റെ ഡോക്യുമെൻ്റ് കൈവശം വെക്കുക എന്നുള്ളത് നിയമവിരുദ്ധമാണ്. അത് ഇല്ലീഗൽ. ഒരുത്തൻ്റെ പാസ്പോർട്ട്, ആ പാസ്പോർട്ട് വെച്ചിട്ട് അവൻ എന്തെങ്കിലും നിയമവിരുദ്ധത കാണിച്ചു കഴിഞ്ഞാൽ എനിക്ക് അവനെതിരെ ലീഗൽ ആക്ഷൻ എടുക്കാൻ പറ്റും. ഒരാളെ സമ്മതമല്ലാതെ ആ പാസ്പോർട്ട് കൈവശം വെക്കാൻ പറ്റില്ല. അതന്നെ നിയമവിരുദ്ധമാണ്. അപ്പം എൻ്റെ പാസ്പോർട്ട് അവൻ കൈവശം വെച്ചിരിക്കുകയാണ്. അത് വെച്ച് എന്നെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ അതൊക്കെയാണ്. എന്നിട്ട് ഇവൻ വലിയ ആളാവാൻ നോക്കും. പക്ഷേ ഈ നാറി എന്ത് കളിച്ചോട്ടെ, എനിക്കൊരു മൈരുമില്ല. പക്ഷെ ഇവൻ്റെ ബാക്കിൽ കളിക്കാൻ എനിക്ക് സമയമില്ല. അതുകൊണ്ടാണ്. ഇല്ലെങ്കിൽ നാറി വെറുതെ ഒരാളെ കുറിച്ച് ഇങ്ങനെയുള്ള അപവാദങ്ങൾ പറയുമ്പോൾ അത് വിത്ത് എവിഡൻസോട് കൂടി പറയാം. ഓക്കെ, അപ്പോൾ എന്തെങ്കിലും എവിഡൻസ് കിട്ടിക്കഴിഞ്ഞാൽ ഇനി ഞാൻ ഈ നാറിക്കെതിരെ ഇനി വീഡിയോ ചെയ്യാൻ പോകും. ഞാൻ എൻ്റെ ഷോർട്ട് വീഡിയോക്കെല്ലാം ഒന്ന് എടുത്ത് നോക്കിയാൽ മതി. തെളിവടക്കം ഞാൻ നിങ്ങൾക്ക് ആ ഷോർട്ട് വീഡിയോയിലൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ എന്നിരുന്നാലും ഇങ്ങനെയുള്ള വീഡിയോസ് ഇങ്ങനെയുള്ള ഫേക്ക് ആയിട്ടുള്ള, കാരണം മാങ്ങയുള്ള മാവിലേക്ക് ആളുകൾ കല്ലെറിയത്തുള്ളൂ, അത് മനസ്സിലാക്കുക. ഇങ്ങനെയുള്ള ചതിയന്മാരുടെ ചതിക്കുഴി, ഞാൻ മുമ്പേ അവയർനെസ് വീഡിയോ ആണ് നിങ്ങൾക്ക് കൂടുതൽ ഞാൻ എൻ്റെ വീഡിയോയിലൂടെ പറയാറുള്ളത്. അപ്പോൾ അവയർനെസ് വീഡിയോ ചെയ്യുന്നത് എന്നെ നേരത്തെ ഇവൻ വിളിച്ച് ഭീഷണിപ്പെടുത്തിയ ആ വോയിസ് ക്ലിപ്പ് എനിക്ക് റെക്കോർഡ് ചെയ്യാൻ വിട്ടുപോയി. നീ ഒരിക്കലും ഇത് ഇൻഫോർമേറ്റീവ് വീഡിയോ ചെയ്യരുത്. ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യുന്നൊക്കെ പറഞ്ഞ് ഇവനെ ഭീഷണിപ്പെടുത്തുന്ന ഒരു വോയിസ് ക്ലിപ്പ് ഉണ്ട്. ഞാൻ എന്തോ എനിക്കത് റെക്കോർഡ് ചെയ്യാൻ വിട്ടുപോയി. അത് കുറേ കാലം മുമ്പാണ്. ഇവൻ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങുന്നതിന് മുമ്പാണ്. അതിനു മുമ്പ് ഇവൻ്റെ കുറേ ഭീഷണിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അന്ന് മുതലാണ് ശരിക്കുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോ ശരിക്കും ചെയ്യാൻ തുടങ്ങി. അന്ന് മുതൽ ഞാൻ അങ്ങനെ ഇൻഫോർമേറ്റീവ് വീഡിയോ ഒന്നും എനിക്ക് അങ്ങനെ ചെയ്യാറില്ലായിരുന്നു. ഞാൻ എൻ്റെ നേരത്തെ വീഡിയോ നോക്കിയാൽ മതി. അതിൽ ഒക്കെ ഇങ്ങനെ പുറത്തുള്ള കാര്യങ്ങളും മറ്റേ ഈ നമ്മുടെ ഓരോ സ്ഥലങ്ങളെക്കുറിച്ചൊക്കെയുള്ള വീഡിയോ ആണ് ചെയ്യാറുള്ളത്. അപ്പം ഇവൻ അന്ന് മുതൽ എന്നെ ഭീഷണിപ്പെടുത്തിയോ അന്ന് മുതൽ ഞാൻ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോ സ്റ്റാർട്ട് ചെയ്തു തുടങ്ങാൻ വേണ്ടിയിട്ട്.
പിന്നെ അന്ന് മുതൽ ഞാൻ ഫുൾ ഇൻഫോർമേറ്റീവ് വീഡിയോ ആണ് ചെയ്യാറുള്ളത്. പക്ഷെ അന്ന് മുതൽ ഇന്ന് വരെ ഞാൻ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോ തന്നെയാണ് ചെയ്യാറുള്ളത്. അപ്പോൾ അവൻ വിചാരിച്ചു അവനെ പേടിച്ചിട്ട് ഞാൻ അവിടെ ഞാനൊന്നും ചെയ്യില്ലെന്ന്. അവൻ്റെ ആ ബുള്ളിൻ്റെ താടിയും വലിയ തൊപ്പിയും വെച്ച് കഴിഞ്ഞാൽ അല്ലാതെ പേടിക്കുന്ന വിചാരിക്കുന്നത്. അവന് ഒന്നുമല്ല, ഒരു രോമം, അത്രേ ഉള്ളൂ. കൂടുതൽ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വീഡിയോ ലെങ്ത് കൂടി പോകും. അപ്പോൾ നമ്മളൊരു കാര്യം മനസ്സിലാക്കണ്ട, ഇങ്ങനെയുള്ള കള്ളന്മാരുടെ ചതിക്കുഴിയിൽ പോയി വീഴാതിരിക്കുക. ഇവൻ പ്രോപ്പറായ കാര്യങ്ങൾ പറഞ്ഞ് പ്രോപ്പറല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് പ്രോപ്പറായിട്ടുള്ള ആൾക്കാരെ പ്രോപ്പറായിട്ട് തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു പ്രോപ്പറല്ലാത്തൊരു മലമയറിനാണ് ഇവന് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ ഓക്കെ, വീഡിയോ ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇങ്ങനെയുള്ള നല്ല ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോ കാണുന്നവരെ ഗുഡ് ബൈ.